അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിനടുത്തുള്ള ആൽത്തറയിലെ കൽവിളക്ക് കാറ്റടിച്ച് കെട്ടുപോകാതിരിക്കുവാൻ 2 കിലോമീറ്റർ വടക്ക് മാറി പെരുന്തച്ചൻ ഒറ്റക്കല്ല് സ്ഥാപിച്ച് കാറ്റിന്റെ ഗതി തിരിച്ചു വിട്ടുവെന്നും ഒരൈതിഹ്യമുണ്ട്. പഴയ കൽവിളക്കിന്റെ സ്ഥാനത്ത് ഇപ്പോൾ കിഴക്ക് ദർശനമായി മറ്റൊരു കൽവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നു. നാവാമുകുന്ദന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് തിരുമുമ്പിൽ വളരുന്ന അരയാലുകൾ. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന്റെ ഇരുവശങ്ങളിലും വളരുന്ന അരയാലുകൾ പ്രദക്ഷിണം ചെയ്തു വന്ദിക്കുന്നത് നാവാമുകുന്ദന് പ്രിയങ്കരമെന്ന് കരുതപ്പെടുന്നു. അരയാലുകളാൽ സമൃദ്ധമായിരുന്ന ഇവിടം പണ്ട് അകവും പുറവും വേർതിരിച്ചറിയാനാകാത്ത ഇലകളുള്ള ഒരാളുണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു. കാലക്രമത്തിൽ ഇത് നാശോന്മുഖമായത്രേ. ഷോഡശകർമ്മം നടത്തിയ അരയാലായിരുന്നു ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളീയ ശില്പകലയുടെ മകുടോദാഹരണമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീലകത്ത് ശംഖുചക്ര ഗദാപത്മധാരിയായാണ് നാവാമുകുന്ദനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ലക്ഷ്മി സമേതനായ നാരായണനാണ് പ്രതിഷ്ഠാസങ്കല്പം. പ്രത്യേകമായ കൂട്ടിൽ നിർമ്മിച്ച നാവാമുകുന്ദന്റെ പഞ്ചലോക വിഗ്രഹത്തിന് കരിനീല നിറമാണ്. എല്ലാ വർഷവും വിഷു സംക്രമ പുലരിയിൽ സൂര്യരശ്മികൾ നാവാമുകുന്ദന്റെ മുഖകമലത്തിൽ പതിക്കുന്നു. കിഴക്ക് ദർശനമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ വാസ്തുശില്പഘടന കേരളത്തിലെ ക്ഷേത്ര നിർമ്മാണ കലയുടെ ആദിമ പാരമ്പര്യം അനുസരിക്കുന്നതാണ്. അതിവിദഗ്ധമായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്ര വാസ്തുശില്പത്തിൽ പെരുന്തച്ചന്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. പ്രധാന ശ്രീകോവിലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അധിഷ്ഠാനത്തിന്റെ ഗളത്തിന് താഴെ കല്ലുകൾക്കിടയിൽ തിരികെ വച്ചിരിക്കുന്ന ഉളി പെരുന്തച്ചന്റേതാണെന്നും പെരുന്തച്ചന്റെ മുഴക്കോൽ ശ്രീകോവിൽ നടയുടെ മുകൾ ഭാഗത്ത് എടുക്കാനാകാത്ത വിധം വെച്ചിരിക്കുന്നുവെന്നും വിശ്വാസികൾ കരുതുന്നു. ലക്ഷണമൊത്ത ചതുരാകൃതിയിലുള്ള ഈ ശ്രീകോവിലാണ് അകത്തെ ബലിവട്ടത്തെ ശ്രദ്ധേയമാക്കുന്ന മൂലപ്രസാദമായി കാണപ്പെടുന്നത്. ശില്പഭംഗിയാർന്ന ശ്രീകോവിൽ ദ്വിതലമായ ഇടുപ്പുകളോടെ ഉയർന്നു നിൽക്കുന്നു. ചതുരാകൃതിയിലാണ് ഗർഭഗൃഹവും നിർമ്മിച്ചിരിക്കുന്നത്. ഗർഭഗൃഹത്തിന് ചുറ്റും അന്തരാളമായി ഒരു പ്രദക്ഷിണ പദമുള്ളതിനാൽ ശ്രീകോവിലിന്റെ നിർമ്മാണ രീതി ഗാന്ധാര വിമാന മാതൃക അനുസരിച്ചുള്ളതാണെന്ന് പറയാം. കരിങ്കല്ലിൽ തീർത്ത ഉപപീഠത്തോടുകൂടി ഉയരമുള്ള അധിഷ്ഠാനത്തിലാണ് ശ്രീകോവിൽ പണിതിരിക്കുന്നത്. കുമ്മായം കൊണ്ടുണ്ടാക്കിയ ശ്രീകോവിൽ ഭിത്തികളിൽ അലങ്കാരങ്ങൾ അനവധിയാണ്. പത്രതോരണങ്ങൾ കൊണ്ട് ഭംഗിയാക്കിയ ഘനദ്വാരങ്ങളും ശില്പസൗഭകം തികഞ്ഞ പഞ്ചരങ്ങളും ഭിത്തിയുടെ പ്രതലങ്ങളെ കമനീയമാക്കുന്നു. ശ്രീകോവിലിന്റെ പുറംചുവരുകൾ മുഴുവനും അലങ്കാരങ്ങളെ കൊണ്ട് ശോഭായമാനമാക്കിയിരിക്കണമെന്ന ശില്പശാസ്ത്ര തത്വം ഈ ഭിത്തികളുടെ രൂപഭംഗിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അലങ്കാരക്കെട്ടുകൾ നിറയുന്ന ഭിത്തികളിൽ താങ്ങി നിൽക്കുന്ന സ്തൂപികാരൂപമായ മേൽക്കൂരയ്ക്ക് മുകളിൽ താഴികക്കുടം മകുടം ചാർത്തിയിരിക്കുന്നു. ശ്രീകോവിലിന്റെ 1-ാം നിലയുടെ പിൻഭാഗത്ത് മാർക്കണ്ഡേയ പുരാണവുമായി ബന്ധപ്പെട്ട് ഒരു അടഞ്ഞ വാതിലുണ്ട്. ശിവചൈതന്യ പ്രതീകമായി നന്ദിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശിവവാഹനമായ നന്ദിയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അവ സഫലമാക്കപ്പെടുമെന്നാണ് വിശ്വാസം. 1-ാം നിലയുടെ പുറത്തേക്കുള്ള ഇറയുടെ താഴെ താങ്ങുപലകകളിൽ പാശുപതാസ്ത്ര കഥയെ ഉപജീവിച്ച് കൊത്തിയെടുത്ത മനോഹരമായ പ്രതിമകൾ കാണാം. പാണ്ഡവരുടെ വനവാസകാലത്ത് ഏകനായി കൈലാസത്തിലെത്തി ശിവനെ തപസ് ചെയ്ത അർജുനന്റെ മുന്നിൽ ശിവപാർവതിമാർ കാട്ടാളവേഷം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടു. അർജുനന്റെ ഭക്തിയും ധൈര്യവും പരീക്ഷിച്ചറിഞ്ഞ ശിവപാർവതിമാർ പാശുപതാസ്ത്രം നൽകി അർജുനനെ അനുഗ്രഹിച്ചു. മഹാഭാരതത്തിലെ പ്രശസ്തമായ പാശുപതാസ്ത്ര കഥയുടെ അനുക്രമമായ ശില്പാവിഷ്കാരമാണ് ഇവിടെ കാണുന്നത്. ശ്രീകോവിലിന്റെ 2-ാം നിലയിൽ കിഴക്ക് ഭാഗത്ത് ബ്രഹ്മാവിന്റെ ശില്പമുണ്ട്. തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് ദക്ഷിണാമൂർത്തിയാണ്. വടക്കു ദിക്കിൽ ശാസ്താവിന്റെ ശില്പം സ്ഥാപിച്ചിരിക്കുന്നു. ശ്രീകോവിൽ ഭിത്തികൾക്ക് കാഴ്ചപ്പൊലിമ നൽകിക്കൊണ്ട് ദശാവതാര ശില്പങ്ങളുടെയും ഋഷിരൂപങ്ങളുടെയും സുന്ദര സൃഷ്ടികൾ ഇടകലർത്തി വിന്യസിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന്റെ പ്രവേശന ദ്വാരത്തിൽ അലങ്കാരമായി സോപാന കല്ലുകൾ കാണാം. സോപാന കല്ലുകളുടെ ഇരുവശത്തും ലതാകാരമായിരിക്കുന്ന കൈവരിക്കല്ലുകൾ കൊണ്ട് പടവുകൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവയവസഹിതമായ പ്രവേശനദ്വാരത്തിന്റെ ഇരുവശത്തും കരിങ്കല്ലിൽ തീർത്ത ദ്വാരപാലകർ കാവൽ നിൽക്കുന്നുണ്ട്. മറ്റു ചില മഹാക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ശ്രീകോവിലിന് മുന്നിൽ നമസ്കാര മണ്ഡപം കാണപ്പെടുന്നില്ല.
AD 1000 മുൻപ് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് നമസ്കാര മണ്ഡപം സാർവത്രികമായി നിർമ്മിച്ചു കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ നിർമ്മാണ കാലഘട്ടം AD 1000 മുൻപാണെന്ന് കണക്കാക്കാം. കേരളീയ ക്ഷേത്ര മാതൃകകളുടെ തനതായ പ്രത്യേകത അത് ദേവതാ സങ്കല്പത്തിലൂടെയും ശില്പതത്വത്തിലൂടെയും ഭക്തജനങ്ങളെ ആധ്യാത്മിക മണ്ഡലത്തിന്റെ പാരമ്യതയിലേക്ക് ഉയർത്തുന്നു എന്നതാണ്. തിരുനാവായ ക്ഷേത്രത്തിലെ അകത്തെ ബലിവട്ടത്തിൽ അഷ്ടദിക്പാലകർ, സപ്തമാതൃക്കൾ തുടങ്ങിയ ദേവതകളെ താന്ത്രിക വിധി അനുസരിച്ച് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ സർവ്വസാധാരണ ക്ഷേത്രങ്ങളിലെ അന്തർമണ്ഡലങ്ങളിൽ കാണപ്പെടുന്ന കിണർ ഇവിടെയില്ല. പുഴയിലെ ജലമാണ് നാവാമുകുന്ദന്റെ പൂജയ്ക്കായി ഉപയോഗിക്കുന്നത്. ശ്രീകോവിലിന് ചുറ്റും ശില്പവിധി അനുസരിച്ച് നിർമ്മിക്കപ്പെട്ട നാലമ്പലത്തിന് മുന്നിലുള്ള വലിയ അമ്പലം ഒരാകർഷണമാണ്. നാലമ്പലത്തിന്റെ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്ന അറത്തൊട്ടിയുടെ ശില്പസന്നിവേശമാണ്. ദേവന് നൈവേദ്യമൊരുക്കുന്ന തിടപ്പള്ളി, പ്രത്യേക പൂജകൾ ചെയ്യുന്ന നീരറ എന്നിവ കഴിഞ്ഞാൽ നാലമ്പലത്തിലെ പ്രധാന വിശേഷങ്ങൾ ഉപദേവതാ സ്ഥാനങ്ങളാണ്. ഇവിടെ തെക്ക് പടിഞ്ഞാറെ കോണിൽ ആദി ഗണേശ പ്രതിഷ്ഠയുണ്ട്. നാവാമുകുന്ദനരികെയുള്ള ആദി ഗണേശന് വിഷ്ണുഭക്തനായിരുന്ന ഇന്ദ്രദ്യുമന രാജാവിന്റെ മോക്ഷരൂപമാണ്. പാണ്ഡ്യരാജാവായിരുന്ന ഇന്ദ്രദ്യുമനൻ പണ്ട് മലയാദ്രിയിൽ തപസ്സനുഷ്ഠിച്ച വേളയിൽ അഗസ്ത്യമുനി അവിടെ എത്തി. തന്നെ കണ്ടിട്ടും ഉപചാരങ്ങൾ പറയാതെയിരുന്ന ഇന്ദ്രദ്യുമനൻ ഒരാനയായി പോകട്ടെ എന്ന് കോപിഷ്ഠനായ അഗസ്ത്യമുനി ശപിച്ചു. ശാപമോക്ഷത്തിന് യാചിച്ച ഇന്ദ്രദ്യുമനൻ മഹാവിഷ്ണുവിനാൽ മോക്ഷം പ്രാപിക്കുമെന്ന് മുനി അരുൾ ചെയ്തു. അചഞ്ചലമായ വിഷ്ണുഭക്തിയുണ്ടായിരുന്ന ഇന്ദ്രദ്യുമനൻ ആനയായി രൂപം കൊണ്ടുവെങ്കിലും നിത്യവും നിളയിൽ സ്നാനം ചെയ്ത് നാവാമുകുന്ദനെ ഭജിക്കുക പതിവായിരുന്നു. ഒരിക്കൽ നിളയിൽ കുളിച്ചുകൊണ്ടിരുന്ന ഗജേന്ദ്രന്റെ കാലിൽ മുനിശാപത്താൽ മുതലയായി തീർന്ന ഹുഹു എന്ന ഗന്ധർവൻ പിടികൂടി. മുതലയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഗജേന്ദ്രൻ നാവാമുകുന്ദനെ വിളിച്ച് വിലപിച്ചു. ഭക്തന്റെ വിലാപത്തിൽ മനസ്സലിഞ്ഞ ഭഗവാൻ ഗരുഡാരൂഢനായി പ്രത്യക്ഷപ്പെട്ട് സുദർശന ചക്രത്താൽ മുതലയെ വധിച്ച് ഗജേന്ദ്രന് മോക്ഷം നൽകി തന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുവാൻ അനുമതി കൊടുത്തു. ക്ഷേത്രത്തിലെ ഗണേശ ചൈതന്യം തിരിച്ചറിഞ്ഞ് നിർമ്മിക്കപ്പെട്ടതാണ് നിര്യത്തിക്കോണിലെ ഈ ശ്രീകോവിൽ. ആദി ഗണേശ പ്രതിഷ്ഠയുടെ പുറത്തുള്ള പ്രദക്ഷിണ വഴിയിൽ ഇളകിക്കിടക്കുന്ന ഒരു കരിങ്കൽ പലകയുണ്ട്. ഒരിക്കലും ഉറയ്ക്കാത്ത ഈ കല്ലിന്റെ താഴെയായി ഒരു ഗുഹയുണ്ടെന്നും അവിടെ മുനിമാർ തപസ് ചെയ്യുന്നുവെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ഉപദേവതയായ ശ്രീ മഹാലക്ഷ്മിയുടെ ശ്രീലകം ഇവിടെ ഭഗവാന്റെ വാമഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ലക്ഷ്മി സമേതനായ നാവാമുകുന്ദന്റെ ഭക്തവാത്സല്യം വെളിപ്പെടുത്തുന്ന ഒരു ഐതിഹ്യമുണ്ട്. വിഷ്ണുഭക്തനായ ആദി ഗണേശൻ നിത്യവും അടുത്തുള്ള താമര പൊയ്കയിൽ നിന്ന് പുഷ്പദളങ്ങൾ ശേഖരിച്ച് നാവാമുകുന്ദനെ അർച്ചന ചെയ്തിരുന്നു. ഒരു അക്ഷയ തൃതീയ നാളിൽ മറ്റാരോ പറിച്ചുകൊണ്ടുപോയതിനാൽ ആദി ഗണേശന് പൊയ്കയിൽ നിന്ന് ഒരു താമരപ്പൂ പോലും ലഭിച്ചില്ല. ഈ ദുർവിധിക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് ആദി ഗണേശൻ നാവാമുകുന്ദനോട് പ്രാർത്ഥിച്ചു. തന്റെ പ്രിയ പത്നി ലക്ഷ്മി ദേവി തന്നെ പ്രീതിപ്പെടുത്തുവാനായി ആ പൂക്കളെല്ലാം പറിച്ചെടുത്ത് തനിക്ക് അർപ്പിച്ചതാണെന്ന് നാവാമുകുന്ദൻ ആദി ഗണേശനോട് പറഞ്ഞു. ഇനിയും അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ ശ്രീ മഹാലക്ഷ്മിയെ തന്റെ വാമഭാഗത്ത് കുടിയിരുത്തുന്നതാണെന്നും ഭഗവാൻ കൽപ്പിച്ചു. അന്നു മുതലാണ് ശ്രീലക്ഷ്മി നാവാമുകുന്ദ ക്ഷേത്രത്തിൽ സാന്നിധ്യമാകുന്നത്. ലക്ഷ്മി ദേവിയുടെ പ്രഭാവം കൊണ്ട് തിരുനാവായ ദേശം ഐശ്വര്യസമൃദ്ധമായി തീർന്നു. നാടിന്റെ സമ്പൽ സമൃദ്ധി ദേശവാസികളെ തെല്ലൊരു അഹങ്കാരത്തിലേക്ക് നയിച്ചു. നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയിരുന്ന പണ്ഡിതരായ പലരും ക്ഷേത്രാങ്കണത്തിൽ നവയോഗികൾ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ ഉണ്ടെന്ന കാരണത്താൽ മതിലകത്തെ മണ്ണിൽ പാദം സ്പർശിക്കാതെ മുട്ടുകളിൽ നിന്നാണ് ദേവനെ തൊഴുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തിരുന്നത്. ഒരിക്കൽ ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെയെത്തി മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് ഐശ്വര്യമതം പൂണ്ട ചിലർ ശ്രീശങ്കരനെ പരിഹസിച്ചു. ധനലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ നാടിനുണ്ടായ ഐശ്വര്യം അവരിൽ അഹങ്കാരം വളർത്തുവാനാണ് ഉപകരിച്ചത് എന്ന കാരണത്താൽ ധനലക്ഷ്മി മുദ്രയോടുകൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ലക്ഷ്മി വിഗ്രഹത്തിന്റെ വലതുകൈ ശ്രീശങ്കരൻ തട്ടിത്താഴ്ത്തി ലക്ഷ്മി പ്രഭാവം കുറച്ചു. അങ്ങനെ ധനലക്ഷ്മി ഭാവം അല്പം കുറഞ്ഞതിനാൽ തിരുനാവായുടെ ഐശ്വര്യത്തിന് അല്പം കോട്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഐതിഹ്യ പെരുമയോടെ നാലകത്ത് കുടികൊള്ളുന്ന ദേവീദേവന്മാരെ വന്ദിച്ച് പുറത്തിറങ്ങിയാൽ നടപ്പന്തലിലായി വന്ധ്യമായ ബലിക്കല്ലുകൾ ദർശിക്കാം. ബലിക്കല്ല് കഴിഞ്ഞ് ചെമ്പിൽ തീർത്ത ധ്വജം നമിച്ചാൽ പിന്നെ പ്രദക്ഷിണ വഴിക്കുള്ള ക്ഷേത്രപാലകനെ തൊഴാം. ക്ഷേത്രത്തിന്റെ അതിരുകാക്കുന്ന ഉയരമേറിയ ആനപ്പള്ള മതിലിനും ഒരു ഐതിഹ്യ പ്രാധാന്യമുണ്ട്. പണ്ട് ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്ത് നാവാമുകുന്ദനെ ദർശിക്കുവാൻ വരുന്ന വഴി ഐരാവതത്തിന്റെ കൊമ്പ് തട്ടി തെക്ക് ഭാഗത്തെ മതിലിലെ ഒരു കല്ല് താഴ്ന്നുപോയി. ഈ ഭാഗം ഭക്തർ ഇന്നും ആരാധ്യമായി കരുതി സംരക്ഷിക്കുന്നു.